മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ BJP ലീഡേഴ്സ് ഒക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 100 ഇരട്ടി സ്പീഡിലാണ് നമ്മുടെ കേരളത്തില് BJP വളർന്നുകൊണ്ടിരിക്കുന്നത്. BJPയെ വളർത്തുന്നത് നമ്മുടെ കേരളത്തിലെ UDF സർക്കാരും ഹാഷിമി താജ് ഇബ്രാഹിമിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ പറഞ്ഞതിന്റെ കൃത്യമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ UDFും ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ പണിയെടുക്കുന്നത് സംഘപരിവാറിനെ അങ്ങ് ഇല്ലാതെയാക്കാൻ, സംഘപരിവാറിനെ അങ്ങ് അടിച്ചമർത്താനാണ് അവര് പണിയെടുക്കുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് BJP ഇവിടെ വളരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. ഈ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഈ ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ ഉറഞ്ഞ തുള്ളിയാണ് രംഗത്തെത്തിയത്. നമുക്കറിയാം, പതിവ് കഥാപ്രസംഗം ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചുക്കുണ്ടാവില്ല. പൊള്ളയായ വിളിച്ചു പറയലിനപ്പുറം ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ വട്ടപൂജ്യമാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. എന്തിനാ ഉറഞ്ഞു തുള്ളുന്നത്? ഹോ, TGക്ക് ജാമ്യം കൊടുത്തോ എന്നും പറഞ്ഞാണ് ഉറഞ്ഞു തുള്ളുന്നത്. ഒരു കഥയും ഇല്ലാത്തവർക്ക് ജാമ്യം കൊടുത്തതിനൊക്കെ ഉറഞ്ഞു തുള്ളാൻ സാധിക്കൂ? ഏതായാലും ഞാനായിട്ട് പറയുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട വക്കീല് തന്നെ പറയുന്നത്. ഏതായാലും ഹാഷിമി താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ഈ ഹാഷിമിയുടെ ആരാധകർ ഉൾപ്പെടെ ഒന്ന് കേട്ടു നോക്കോ. ഈ കേസിൽ എങ്ങനെയാ ജാമ്യം കൊടുക്കാതിരിക്കുക? നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. പ്രധാനമായിട്ടും 15 ദിവസം മുമ്പാണ് ഈ കേസിന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ്, സൈബർ പോലീസ് ഒരു FIR എടുക്കുന്നത് 15 ദിവസം മുമ്പാണ്. അബ്ദുൾ ഹാഷിം എന്ന് പറഞ്ഞ ഒരാളുടെ പരാതിയിന്മേലാണ് FIR എടുത്തിട്ടുള്ളത്. ആദ്യം FIRൽ ഉണ്ടായിരുന്ന ഒഫൻസുകൾ എന്ന് പറഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. 2 കാസ്റ്റ് അല്ലെങ്കിൽ 2 റിലീജിയൻ, 2 സെക്ഷനിലുള്ള ആൾക്കാരെ തമ്മിലടുപ്പിച്ച് ഒരു റയോട്ട്, സ്റ്റേറ്റിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒഫൻസ് ഇട്ടാണ് ആദ്യം FIR വന്നത്. പിന്നെ ഇന്നലെ അറസ്റ്റ് ചെയ്ത സമയം 79 ബാക്കി ഒഫൻസ്, മാക്സിമം 5 വർഷം വരെ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന സെക്ഷനുകൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരുന്നത്. സാധാരണ സുപ്രീം കോടതിയുടെ കർശനമായ മാർഗ്ഗനിർദ്ദേശമുണ്ട്. 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ കമ്പൽസറി ആയി നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് കൊടുത്ത് എക്സെപ്ഷണൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന്. ഇവിടെ നോട്ടീസ് സെർവ് ചെയ്തില്ല. സെർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതും ഇപ്പോൾ 79 പോലുള്ള ഒഫൻസുകൾ ഇട്ടിട്ടും പരാതിക്കാരനായിട്ടുള്ളതൊരു ആണാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഒരു സ്ത്രീ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലും മറ്റൊരു രേഖയിലും ഒരിടത്തും വേറെ പരാതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു രേഖകളിലും മറ്റ് പരാതികളെക്കുറിച്ച് പറയുന്നില്ല. അബ്ദുൾ ഹാഷിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുള്ള FIR ആയിരുന്നു ഇത്. നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പണിഷ്മെൻറ്റ് 5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. ആ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് നിയമപരമായിട്ട് കൊടുക്കേണ്ട ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് വന്ധ്യവയോധികരായിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറിയിട്ടുള്ളത്. 2.5 മണിക്കൂറോളമാണ് അവിടെ പോലീസ് പരിശോധന നടത്തിയിട്ടുള്ളത്. പ്രത്യേകം ഓർക്കേണ്ടതാണ്, TG മോഹൻദാസ് മറ്റൊരു ചാനലിൽ പോയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ആ വിഷയത്തിലാണ് 2.5 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ വീട്ടിൽ കേരള പോലീസ് പരിശോധന നടത്തുന്നത്. ഒന്ന് ഫോൺ വിളിച്ചാൽ ഓടി വരുമായിരുന്ന TG മോഹൻദാസിനെയാണ് വലിയ രീതിയിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പരിശോധനയൊക്കെ നടത്തി, അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് വലിയ രീതിയിൽ റിപ്പോർട്ടൊക്കെ കൊടുത്ത് അറസ്റ്റൊക്കെ ചെയ്തത് എന്ന് സകല മലയാളികളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയില്ലേ? ഇനി കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്, അതായത് ഹാഷിമി താജ് ഇബ്രാഹിം ഒന്നും എന്തുകൊണ്ടാണ് മുക്കം ഉമർ ഫൈസിയെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് എന്നൊന്നും പറഞ്ഞ് തുള്ളാതിരുന്നത്? ഈ ഹാഷിമി താജ് ഇബ്രാഹിം ഒന്നും മുക്കം ഉമർ ഫൈസി തട്ടമിടാത്ത മുസ്ലിം പെൺകുട്ടികളൊക്കെ തന്നെ, മുസ്ലിം സ്ത്രീകളൊക്കെ തന്നെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഹാഷിമി താജ് ഇബ്രാഹിമിനെ നമ്മൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഉറഞ്ഞു തുള്ളി എന്തുകൊണ്ട് വീട്ടിലേക്ക് പോയി പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേരള പോലീസ് അങ്ങോട്ടേക്ക് വെച്ചു പിടിക്കുന്നില്ല? എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു? ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ TG മോഹൻദാസിന്റെ വിഷയത്തിൽ വലിയ രീതിയിൽ ഹാഷിമി താജ് ഇബ്രാഹിം ഒക്കെ ഉറഞ്ഞു തുള്ളുകയാണ്. അതായത് ഇരട്ട നീതിയാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതു ചർച്ചയിലാണ് റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട്
വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇത് തന്നെയാണോ പറഞ്ഞത് എന്ന രീതിയിൽ. ഏറ്റവും ഒടുവിൽ സ്മൃതി പരുത്തിക്കാട് ഇത്തരത്തിലായിരുന്നു ചോദിച്ചിട്ടുള്ളത്. മുസ്ലിം പെൺകുട്ടികൾ തട്ടമിടാതെ നടക്കുന്നവരാണെങ്കിൽ അവരെല്ലാവരും അയിഞ്ഞാട്ടക്കാരാണ് എന്ന അഭിപ്രായമാണോ സമസ്തക്ക് എന്ന്. അതിനാണ് വീണ്ടും ഉമർ ഫൈസി എടുത്തു പറഞ്ഞിട്ടുള്ളത് അതൊരു അയിഞ്ഞാട്ടമാണ്, ഒറ്റയടിക്ക് അതൊരു അയിഞ്ഞാട്ടമാണ് എന്ന്. തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകളെ അയിഞ്ഞാട്ടക്കാരികൾ എന്ന് ഈ ഉമർ ഫൈസി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതനുസരിക്കാതെ പോകുന്നത് അയിഞ്ഞാട്ടമാണ്. വേറെ എങ്ങോട്ടുണ്ടെങ്കിലും അത് വേറെ അയിഞ്ഞാട്ടമാണ്. പറഞ്ഞത് മനസ്സിലായോ? അതാണ് നിലപാട്. ഉമർ ഫൈസി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതാ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ തട്ടമിടാത്ത സകല മുസ്ലിം സ്ത്രീകളും അയിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറയുന്നത് ഈ ജനാധിപത്യ രാജ്യത്തെ നിയമത്തിനെതിരല്ലേ? ഇതെന്താണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു മതവിശ്വാസിക്ക് അതിൻ്റെതായ ആരാധനകളിലൂടെ മുന്നോട്ട് പോവാം. പക്ഷെ ഒരു പൊതു ചാനലിൽ ഇരുന്ന് പൊതു പ്രോഗ്രാമില് വിളിച്ചു പറയാ തട്ടമിടാത്ത മുസ്ലിം സ്ത്രീകൾ അയിഞ്ഞാട്ടക്കാരികളാണ് എന്ന്, ഇത് പറഞ്ഞതിനെതിരെ എന്തേ ഹാഷ്മി താജ് ഇബ്രാഹിം ഒന്നും ഉറഞ്ഞു തുള്ളി രംഗത്ത് വന്ന് TG മോഹൻദാസിനെതിരെ പറഞ്ഞതുപോലെ വരികൾ ഇങ്ങോട്ട് കഥാപ്രസംഗം നടത്താതിരുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കും ഇവരിപ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നത് സംഘപരിവാറിനെ അടിച്ചമർത്താനാണെങ്കിൽ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വിവേകമുള്ള മലയാളികൾ എന്തു തിരിച്ചറിയണം? വിവേകമുള്ള മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാക്കില്ലേ ഇവിടെ ഇരട്ട നയമാണ് നടപ്പിലാവുന്നത് എന്ന്. ഇവിടെ എന്തേ UDF സർക്കാർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ പറഞ്ഞവരെ അപമാനിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തത്, വീട്ടിലേക്ക് റെയ്ഡ് നടത്താത്തത്, വീട്ടിലേക്ക് പരിശോധന നടത്താത്തത്, ഇതൊക്കെ ഹാഷ്മി താജ് ഇബ്രാഹിം നടത്തിയ ചർച്ചയിലൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ ചർച്ചയിൽ ഹാഷ്മി തന്നെ പറയാണ് TG മോഹൻദാസിനെ പോലെയാണോ ജാൻമണി എന്നൊക്കെ ഒരു ചോദ്യം. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാണ്. ഒരാൾക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അവഹേളിക്കാൻ ഒരവകാശമില്ല. അത് രാഹുൽ ഗാന്ധിയുടെ മാതാവിനെയും അവഹേളിക്കാൻ അവകാശമില്ല എന്നുള്ളതാ ഈ യാഥാർത്ഥ്യം. എന്നിട്ടും ഒരാളുടെ മാതാവിനെയും അവഹേളിക്കാനോ അപമാനിക്കാനോ പാടില്ല. ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ ഉള്ളതാ. അത് ഇന്ന ആളാണെങ്കിൽ പ്രശ്നമില്ല എന്നും TG ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന തരത്തിലാ ഈ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾ വെഡ്ഡികളൊന്നുമല്ല. ഇവിടെ UDF സർക്കാർ നടപടികൾ നിരന്തരം എടുത്തോണ്ടിരിക്കുക. മറ്റൊന്നില്ലേ, ഒരു അധ്യാപകനെ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഒരു ചോദ്യം ചോദിച്ചതിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ആ ചോദ്യം ചോദിച്ചതിന് ഗുരുപ്രസാദിനെ സസ്പെൻഡ് ചെയ്തത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ. നമ്മൾ ഇതൊക്കെ വാർത്തകളിലൂടെ കേട്ടോണ്ടിരിക്കല്ലേ? ഒരു ചോദ്യം ചോദിച്ചതിന് സസ്പെൻഡ് ചെയ്യുക. അതെ, വീർ സവർക്കറെ ആദരിച്ച് ഇന്ദിരാഗാന്ധി ഇവിടെ സ്റ്റാമ്പ് ഇറക്കിയിട്ടില്ലേ? അതിനിവിടെ ആർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണ് അധ്യാപകരെ മുസ്ലിം ലീഗ് ഇതുപോലെ വേട്ടയാടുന്നത്? സംഘപരിവാറിനെ അടിച്ചമർത്താനാണെങ്കിൽ നിങ്ങളൊക്കെ ഈ പണിയെടുക്കുന്നത് നേരെ വിപരീതമായിട്ട്. കേരളത്തിന്റെ മലയാളം മണ്ണ് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ മതഭേദമന്യേ ഒരു വന്ധ്യവയോധികൻ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള TG മോഹൻദാസിനോട് ക്രൂരത കാണിച്ചുവെന്ന് മതഭേദമന്യേ ബോധമുള്ള മലയാളികൾ പറയൂ. നിയമപരമായിട്ട് തെറ്റുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ പോലെ ഓടി വരില്ലേ? ഒരു വന്ധ്യവയോധികനെ രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് വൈകിട്ട് വരെ അവിടെ ഇരുത്തിയിട്ട് കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ പോലീസിന് തന്നെ അറിയില്ലേ ഇത് ജാമ്യം കിട്ടുമെന്ന്? അപ്പൊ പരമാവധി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്താനല്ലേ ഞായറാഴ്ച അവധി ദിവസം തന്നെ പോലീസ് എത്തിയിട്ടുള്ളത്? ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. ഇവിടെ 2 നയം കേരളത്തിൽ നടപ്പിലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുന്നുമുണ്ട്. വരുന്ന ഇലക്ഷനുകളിലൊക്കെ ഇതിന്റെ റിസൾട്ട് ഹാഷ്മി താജ് ഇബ്രാഹിം മുതൽ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലെയും സംഘപരിവാറിനെതിരെ ഉറഞ്ഞുതുള്ളുന്ന സകല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ 3 ഉള്ളത് ഏറ്റവും ചുരുങ്ങിയത് 30ലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.